ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? ചേട്ടാ എൻ്റെ കൂടെ നിൽക്കണം. കഴുത്ത് കണ്ടിച്ചു പോയെന്ന് പറഞ്ഞാലും ശരി, എന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്താണ് ലക്ഷ്മി, ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. പകലില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാത്രയാണ്. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഇവിടുത്തെ പണി പോയി. ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മസ്താനിക്ക് എന്താണ് കുഴപ്പം? ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കലിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. എന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈട്ട്. ഞാനേ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിൽ കേട്ടോ. എന്താണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. അമ്മനിരു കാലി ഡ്രങ്ക് നവനാൽ കാലി ഡ്രങ്ക് അമ്മനിട്ട് കാലി അടിച്ചു പൂസ് മലയാളി.